ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ചിന്നൂസ് ക്രാഫ്റ്റ്. അപ്പോൾ നമുക്ക് ഇന്ന് സ്റ്റാപ്ലെയറും പേപ്പറും വെച്ചിട്ട് ഒരു അടിപൊളി വാൾ ഹാങ്ങിങ് ഉണ്ടാക്കിയാലോ? എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ബ്ലൂ കളറിലെ ഒരു A4 സൈസ് ഷീറ്റാണ്. നമുക്ക് ഏത് കളർ വേണമെങ്കിലും എടുക്കാം. പല കളേഴ്സ് ഉണ്ടെങ്കിൽ നന്നായിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ ഫസ്റ്റ് എടുക്കുന്നത് ബ്ലൂ കളറിലാണ്. എന്നിട്ട് നമുക്കതിനെ രണ്ടായിട്ട് ഹോൾഡ് ചെയ്ത് മടക്കാം. മടക്കിയതിന് ശേഷം വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ചെറുതായിട്ട് തന്നെ മടക്കിയെടുക്കണം. കണ്ടില്ലേ? അപ്പോൾ നമ്മൾ ഈ ഒരു അളവിന് വേണം മടക്കിയെടുക്കാൻ. നമുക്കിത് കട്ട് ചെയ്തെടുക്കാനാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള സൈസിന് എടുക്കാം. ഞാനിപ്പോൾ ഇത്രയും ഒരു അളവിനാണ് ഞാനിത് പേപ്പർ മടക്കിയിട്ടുള്ളത്. ഇനി നമുക്കിതിനെ കട്ട് ചെയ്യാം. നല്ലതായിട്ട് നമ്മൾ മടക്കിയതിൻ്റെ അതിൽ കൂടെ തന്നെ വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. കണ്ടില്ലേ? ഇപ്പോൾ ഞാൻ ഇതിപ്പോൾ എല്ലാം മടക്കി എടുത്തിട്ടുണ്ട്. ഇതിനെ ഇനി നമുക്ക് വീണ്ടും രണ്ടായിട്ട് മടക്കണം. മടക്കിയിട്ട് ആ ഭാഗവും നമുക്ക് കട്ട് ചെയ്ത്. അപ്പോൾ ഞാനിതെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഇങ്ങനെ ഞാൻ കുറച്ചധികം പേപ്പേഴ്സ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഡിഫറെൻറ്റ് കളേഴ്സായിട്ട് ഞാനിവിടെ 4 കളറാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ നമുക്ക് എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന 3 പീസ് പേപ്പർ എടുക്കാം. എന്നിട്ട് ഇതുപോലെ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ 3 ഒരുമിച്ച് ജോയിൻ ചെയ്ത് പിടിക്കുക. എന്നിട്ട് അതിൻ്റെ എൻഡിൽ വെച്ചിട്ട് നമുക്കൊരു സ്റ്റാപ്ലെയർ ഉപയോഗിച്ച് അതിനെ പിൻ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ആ 2 സൈഡിലുള്ള പേപ്പേഴ്സിനെ നമുക്ക് തിരിച്ച് താഴോട്ടാക്കിയിട്ട് നമുക്കതിനെ അതിൻ്റെ എൻഡിൽ നമ്മൾ പറഞ്ഞാൽ എത്രത്തോളം മനസ്സിലാവുമെന്നറിയില്ല. നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ വ്യക്തമായി മനസ്സിലാവുന്നുണ്ട് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് താഴോട്ട് അതിങ്ങനെ പിടിക്കുമ്പോൾ തന്നെ നമുക്കൊരു ഹാർട്ട് ഷേപ്പ് കിട്ടും. അപ്പോൾ അവിടെ വെച്ചിട്ട് നമുക്ക് വീണ്ടും സ്റ്റാപ്ലെയർ വെച്ച് പിൻ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന അടുത്ത യെല്ലോ കളറാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ എല്ലാം ഒരു കളർ വെച്ച് വേണമെങ്കിലും ചെയ്യാം, അല്ല ഡിഫറെൻറ്റ് കളർ വെച്ച് ചെയ്യാം. ഞാനിപ്പോൾ ഡിഫറെൻറ്റ് കളേഴ്സായിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇനി അടുത്ത് ഞാൻ എടുത്തിരിക്കുന്ന യെല്ലോയാണ്. യെല്ലോ ഇതുപോലെ സെയിം പ്രൊസീജിയർ പോലെ തന്നെ അത് ആദ്യം മേളിലോട്ട് വെച്ചിട്ട് വേണം ആ പേപ്പർ എൻഡിൽ വെച്ചിട്ട് സ്റ്റാപ്ലെയർ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് അതിനെ താഴോട്ട് കൊണ്ടുവരുമ്പോഴത്തേക്ക് പിന്നെ നമുക്കൊരു ഹാർട്ട് ഷേപ്പ് കിട്ടും. അങ്ങനെ നമ്മളിത് എല്ലാം തന്നെ ജോയിൻ ചെയ്ത് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതിനിടയിൽ കൂടി ഞാനൊരു കാര്യം പറയട്ടെ. ഇതെൻ്റെ പുതിയ യൂട്യൂബ് ചാനലാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാനങ്ങനെ എല്ലാം ഇങ്ങനെ സ്റ്റാപ്ലെയർ ചെയ്ത് എടുത്തിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നമുക്കിനി ഇതിനെ എല്ലാം കൂടി നമുക്കൊരു ത്രെഡ് എടുക്കാം. ത്രെഡ് എടുത്തിട്ട് ഇതെല്ലാം നമുക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു.